ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ ആമിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. എൻ്റെ നാത്തൂൻ്റെ പേരും എൻ്റെ പേരും അമ്മയുടെ പേരും അച്ഛൻ്റെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ വരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് കേക്ക് മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ കേക്കിൽ തന്നെ എല്ലാവരുടെയും പേര് എഴുതിയതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് അവനും കൂടി ചേർത്തിട്ട് ഈ ഒരു കേക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രാത്രി 12 മണിക്കാണ് എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ വരുന്നത് മെയ്യിലാണ്. ആമിയുടേത് മെയ് 9th ആണ്, അച്ഛൻ്റെത് മെയ് 19th ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പേരും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെയും എൻ്റെ നാത്തൂൻ്റെയും ബർത്ത്ഡേ വരുന്നത് ഏപ്രിൽ മന്താണ്. എൻ്റേത് 25ഉം അവളുടേത് ഏപ്രിൽ 5th എന്തോ ആണ്. പിന്നെ അമ്മയുടേത് ഏപ്രിൽ 7th ആണ്. അപ്പോൾ എല്ലാവരും ഏകദേശം ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ പേര് രോഹിണി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റ കേക്ക് മേടിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ. അവൻ അങ്ങനെ കഴിക്കാറില്ല എന്നാണ് നാത്തൂൻ പറഞ്ഞത്. കേക്കൊന്നും അങ്ങനെ കട്ട് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ കഴിക്കുന്നത് അത്ര താല്പര്യമില്ല. പക്ഷേ ഇത്തവണ അവനൊരു ഇച്ചിരി കേക്ക് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഉള്ളൊരു സന്തോഷമാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ വരുന്നത് ഒക്ടോബർ മാസമാണ്. അപ്പോൾ അവൻ്റെ പേര് ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പേര് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു കേക്കിൽ ഇത്ര പേരുടെ പേര് മാത്രമേ വെക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആമിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ ഗുരുവായൂർ ആമിയുടെ ഒരു ബർത്ത്ഡേക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് അവൾക്ക് 7 വയസ്സായപ്പോഴാണ് അത് സാധിച്ചത്. ശരിക്കും ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. വെളുപ്പിന് 5 മണിക്ക് തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ 6:45 ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ശബരി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സീസൺ ടൈമാണ്, മാത്രമല്ല വൈശാഖ മാസമാണ്, മാധവ മാസമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 1 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും അപ്പോഴൊന്നും ട്രെയിനിൽ ടിക്കറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ആണ് നമുക്ക് ട്രെയിൻ ഉള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രം സെൻട്രൽ വരെ പോകാനായിട്ടൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും യാത്ര പോകുമ്പോഴേക്കും ഈ മാമൻ്റെ കാറിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ് തന്നെ എടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി പോകുന്നുണ്ട്. മോനൊക്കെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ആ ഒരു ഉറക്കച്ചടവൊന്നും മാറിയിട്ടില്ല. ആമിക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഉള്ള ആദ്യത്തെ നമ്മുടെ ട്രിപ്പും കൂടിയാണ്. അപ്പോൾ നല്ല ടയേർഡാണ് എല്ലാവരും. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഞങ്ങളൊക്കെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി 5 മണിക്ക് ഇറങ്ങിയതാണ്. പിന്നെ നേരെ ഞങ്ങൾ സെൻട്രലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണി ഒക്കെ ആയപ്പോഴേക്കും എത്തിയായിരുന്നു. 6 മണിക്ക് 6:45 ട്രെയിന്, പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊന്നും കുടിക്കാതെയൊക്കെയാണല്ലോ വന്നത്. ലഗേജും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ ഗുരുവായൂർ 1 ഡേ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലഗേജ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് കയറിയതാണ് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ റെസ്റ്റ് റൂമിലൊക്കെ പോയി. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവരെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നല്ല വൈബാണ്. അപ്പം നാത്തൂനാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. വേറെ നമ്മളെല്ലാവരും ഒരേപോലത്തെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചു. ഞാനൊരു കട്ടനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് രാവിലെ കട്ടൻ കുടിച്ചാലേ ശരിയാവുള്ളൂ. ബാക്കി എല്ലാവരും ചായ പറഞ്ഞു. എൻ്റെ നാത്തൂനും കട്ടൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ ഇരുന്നിട്ട് റെസ്റ്റ് റൂം എല്ലാം പോയിട്ട് വന്നപ്പോഴേക്കും നമുക്ക് ട്രെയിൻ വരാനുള്ള സമയമായിട്ടുണ്ട്. ശബരി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സെൻട്രലിൽ നിന്ന് ഞങ്ങൾക്ക് തൃശ്ശൂരിലേക്കാണ് ടിക്കറ്റ് ഉള്ളത്. ഗുരുവായൂരിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ ട്രെയിനിൽ. അങ്ങനെ പിന്നെ ഇത് നമ്മൾ നേരെ തൃശ്ശൂർ പോയി ഇറങ്ങും. അവിടെ ചെന്നിട്ട് പിന്നെ ഗുരുവായൂരിലേക്ക് ഞങ്ങൾ വേറെ എന്തെങ്കിലും ടാക്സിയോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഞങ്ങളന്ന് ആമിയുടെ ചോറൂണിന് പോയപ്പോഴേക്കും ഞങ്ങൾ ഡയറക്റ്റ് ഗുരുവായൂരാണ് ഇറങ്ങിയത്. അന്നൊക്കെ ഇത്രയും വലിയ റഷുള്ളൊരു ടൈമല്ലായിരുന്നു. ആമിക്ക് അന്ന് 6 മാസം ഉള്ളപ്പോഴാണ് പോയത്.
പിന്നെ ഞങ്ങൾ പോകുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ അന്ന് പോയതിൻ്റെ ഒരു ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ആമി വളരെ കുഞ്ഞായിരുന്നു കേട്ടോ അന്ന്. പിന്നെ ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീപ്പർ കോച്ച് തന്നെ കിട്ടിയായിരുന്നു, നേരത്തെ തന്നെ റിസർവ് ചെയ്ത കാരണം കൊണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ട്രെയിനിൽ നിന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊന്നും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. സാധാരണ ഞങ്ങളെപ്പോഴും ട്രെയിനിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുപോകാറാണ് ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും രാവിലെ പോവല്ലേ, അതുകൊണ്ട് പിന്നെ ഇതിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന് കരുതി അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് സ്നാക്സും പഴവും അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ട്രെയിനിൽ തന്നെ കൊണ്ടുവന്നപ്പോഴേക്കും മേടിച്ചായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ നമുക്ക് സ്ലീപ്പർ കോച്ച് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവനും ഫസ്റ്റ് ടൈമാണ് അറിവായതിനു ശേഷം ട്രെയിനിൽ കയറുന്നത്. അവർ മോനെയും കൊണ്ട് ആദ്യമായിട്ട് ട്രെയിനിൽ വരുന്നത് നമ്മുടെ ചെന്നൈയിൽ വന്നതാണ് കേട്ടോ. അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ ഒരു വെക്കേഷൻ ടൈമിൽ വന്നതാണ്. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അവന് തീരെ കുഞ്ഞായ കാരണം കൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ 6:45 തിരിച്ച ട്രെയിന് ഇവിടെ എത്തിയപ്പോഴേക്കും 12:30 ആയി. 12:30 ടൈം കൊടുത്തതെങ്കിലും 12:45 ആയപ്പോഴാണ് ഇവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് തൃശ്ശൂർ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചോദിച്ചൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് വന്നേക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമുക്ക് തൊട്ട് പുറകിലായിട്ട് തന്നെ ആണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അതായത് നമ്മൾ ഗുരുവായൂർ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഞങ്ങളന്ന് ആമിയുടെ ചോറൂണ് സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലാറ്റ് പോലാണ്. അപ്പോൾ നമുക്കൊരു വീടായിട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ഒരു ഫ്ലാറ്റിൻ്റെ റൂം തന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് നേരത്തെ പരിചയമുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ എടുത്തായിരുന്നു കേട്ടോ. വേറെ റൂമൊന്നും ഞങ്ങൾ നോക്കിയില്ല. അപ്പോൾ തെക്കേ നടയിലാണ് നമ്മുടെ റൂം വരുന്നത്. പിന്നെ നമ്മൾ വന്നപ്പോഴേക്കും ഉച്ചയായല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ IRCTCയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിയാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണമൊന്നും തീരെ കൊള്ളത്തില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പോലെയല്ല. നമുക്കിനി ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണമല്ലോ. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ബാക്ക് സൈഡ് വഴി നടന്നപ്പോഴേക്കും കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രൈവറ്റ് ബസ് വന്നായിരുന്നേ. അങ്ങനെ പിന്നെ അതിലേക്ക് കയറിയിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്ന ബസ്സാണ്. അതിൽ കയറിയിട്ട് ഗുരുവായൂരിലേക്ക് വന്ന് ഇറങ്ങി. ഗുരുവായൂരിൽ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ റൂം. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അവരെ കോൺടാക്ട് ചെയ്തപ്പോഴേക്കും കറക്റ്റ് റൂം അവർ പറഞ്ഞു തന്നു. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഈ ഒരു റൂം വരുന്നതെന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ, അതിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റൂട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് വരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ കാർ പാർക്കിംഗ് ആണ് ഇതൊക്കെ. അങ്ങനെ നമുക്ക് കുറച്ചൊന്ന് കൺഫ്യൂഷനായി സ്ഥലം എവിടെയാണ് എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെ കോൺടാക്ട് ചെയ്ത് അവർ കറക്റ്റ് റൂട്ട് പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ ആൾ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അത് ഈ വഴിയാണ് നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവേണ്ടത്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ കൽപ്പക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ, ഫ്ലാറ്റാണ്. കൽപ്പക ലീ ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലാണ്. ഇത് ഫ്ലാറ്റാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട്, ഒരു ഫാമിലി ഫുള്ളായിട്ട് ഉള്ളത് കൊണ്ട് 2 BHK ആണ് എടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമും ഒരു ഹാളും കിച്ചണുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റൂം കറക്റ്റ് ആയിരിക്കും. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഹാളിലാണ് കിടന്നത്. ഞങ്ങൾ 2 ഫാമിലിയും, അനിയൻ്റെ ഫാമിലിയും ഞങ്ങളും 2 ബെഡ്റൂം യൂസ് ചെയ്തു. പിന്നെ നമുക്ക് ഒരു ദിവസം സ്റ്റേ മാത്രമാണല്ലോ ഉള്ളത്. പിന്നെ സീസൺ അനുസരിച്ച് ഇവിടുത്തെ റേറ്റിന് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കൃത്യമായിട്ട് പറയാത്തത് കേട്ടോ. പിന്നെ നേരെ നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ കീയൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കിച്ചണിൻ്റെ പോർഷൻ ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കെറ്റിലും ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാൻ വാട്ടറാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്.
പൈപ്പ് വെള്ളവും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ വാട്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. നല്ല AC റൂം തന്നെയാണ്. നമുക്ക് ഒരു ഫാമിലി ഇപ്പോൾ ഒരു 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്കാണെങ്കിലും അല്ലെങ്കിൽ 2 പേരുള്ള ഫാമിലിക്കാണെങ്കിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടുത്തെ സർവീസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അവരെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഫോൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടെത്തിച്ച് തരും. ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളവും കാര്യങ്ങളൊക്കെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാം. അപ്പോൾ വേറെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം തെക്കേനരയുടെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു ഹോട്ടൽ വരുന്നത്, ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനും ഒക്കെ നമുക്ക് വലിയ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ 2 സൈഡിൽ ബാൽക്കണി വരുന്നുണ്ട്. കിച്ചൻ്റെ സൈഡിലും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു റൂമിൻ്റെ സൈഡിലും ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുണികളൊക്കെ ഇവിടെ കഴുകി വിരിക്കാനും ഉണക്കാനും ഒക്കെ പറ്റും. പിന്നെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലൈഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പോയി ഫ്രഷപ്പൊക്കെ ആവാമെന്ന് കരുതി. ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 2 മണിയോളമായി ഇവിടെ എത്തിയപ്പോഴേക്കും കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മൾ ബാൽക്കണി വഴി നോക്കിയപ്പോഴേക്കും ഇവിടെ ഒരു ആനയെ കെട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ദർശനത്തിന് കയറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷപ്പായൊക്കെ ഇരിക്കുവാണ്. പിന്നെ ഇവിടെ ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫൈ കണക്ഷനും എല്ലാം ഉണ്ട്. നമ്മളവരോട് ചോദിച്ചാൽ പാസ്വേഡൊക്കെ പറഞ്ഞൊക്കെ തരും. നമുക്ക് യൂസ് ചെയ്യാം വൈഫൈ ഒക്കെ. പിന്നെ ഇതിനിടയിൽ തന്നെ അനിയനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിനുള്ള എന്തെങ്കിലും ഭക്ഷണം മേടിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം ഇടയ്ക്കൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നില്ലേ, നമ്മളൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് ഇത് ഇടുകയുള്ളൂ എന്ന്. അപ്പം ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ അമ്മ എടുത്തേക്കുന്ന ഈ ഒരു സാരി ഉണ്ടോ, ഇത് ഞാൻ അമ്മയ്ക്ക് മേടിച്ച് കൊടുത്തതാണ്, മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. എനിക്കിതിൻ്റെ തന്നെ സെയിം പച്ച കളറുണ്ട്. അപ്പോൾ അതും ഞാൻ ഒരിക്കൽ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ആ സാരിയുടെ കോഡ് കൊടുത്തേക്കാം. പിന്നെ ഹസ്ബൻഡും ഞാൻ ഇട്ടേക്കുന്ന അതേ കളറിലുള്ള ലാവൻഡർ ഷർട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആമയ്ക്ക് ഞങ്ങൾ അന്ന് ആ ഒരു പട്ടുപാവാട എടുത്തല്ലോ, അവൾ അതാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. വൈകുന്നേരം ഒരു 6 മണിക്ക് മേലെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ദർശനം ചെയ്തിട്ട് നിർമ്മാല്യം കൂടി തൊഴാനായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാന്. പക്ഷേ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വൈശാഖ മാസം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നേ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ തൊഴുതിട്ട് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾ 6 മണിക്ക് ക്ഷേത്രത്തിൽ കയറിയിട്ട് തിരികെ വന്നപ്പോൾ നൈറ്റ് 10-10:30 മണിയായി കേട്ടോ. ഒരുപാട് ലേറ്റായി, നല്ല ക്യൂ ആയിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ നിന്ന ക്യൂ ലാസ്റ്റായിട്ട് ഞങ്ങളാണ് അവിടെ ചെന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആരെയും കടത്തി വിട്ടിട്ടില്ല. പിന്നെ എല്ലാവരും നിർമ്മാല്യത്തിനാണ് നിന്നത്. നിർമ്മാല്യത്തിന് വേണ്ടിയിട്ട് നൈറ്റ് തന്നെ വന്നിട്ട് എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കയറി തൊഴാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കുളിച്ച് വൃത്തിയായി അവിടെ തന്നെ ഇരിക്കും. വെളുപ്പിന് തന്നെ വന്ന് അവർക്ക് കയറി തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിർമ്മാല്യം ക്യാൻസൽ ചെയ്തായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ നൈറ്റുള്ള ഈ ഒരു ക്യൂ നിന്ന ക്ഷീണവും പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ റൂമിലെത്തിയപ്പോഴേക്കും നല്ല ലേറ്റായി പോയേ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുവാണ് ക്ഷേത്രത്തിലേക്ക്. ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ, ഞാനും നാത്തൂനും കൂടി. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ മരപ്രഭു സ്റ്റാച്യു. അപ്പോൾ ഇത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. ഈ ഗസ്റ്റ് ഹൗസിൽ കൂടുതലായിട്ടും VIP ആൾക്കാരാണ് വരുന്നത്. അപ്പം നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് കുറച്ച് നേരം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ടെമ്പിളിലേക്ക് കയറിയത്. ഞങ്ങൾ കരുതിയത് വലിയ തിരക്ക് കാണത്തില്ല, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ കുറേ ടൈം അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഗുരുവായൂർ
ടെമ്പിളിലേക്ക് കയറാനുള്ള സമയം ലേറ്റായി പോയതെന്ന് തോന്നുന്നു. ഇവിടെ ഈ കൃഷ്ണൻ്റെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഞാനിങ്ങനെ നോക്കി നിന്ന് പോയി. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് പഴയിടം രുചി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, പഴയിടത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഡിന്നർ കഴിക്കാനും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാഞ്ചജന്യം എന്ന് പറയുന്ന ഹോട്ടലുണ്ടല്ലോ, അവിടെ നിന്ന് നേരെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴേക്കും ഉള്ളിലൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ക്യൂ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും തന്നെ അവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്താറാകുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ അവർ മേടിച്ച് വെച്ചേക്കും. നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ 1-2 പേരുടെ ഫോൺ കൊണ്ടുപോയിട്ട് അവിടെ ലോക്കറിൽ കൊടുത്തിട്ട് തിരികെ ഇറങ്ങുമ്പോഴേക്കും മേടിക്കാം കേട്ടോ. ഫോൺ കൊണ്ടുപോയാലും ഉള്ളിലുള്ള വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല, പുറത്തൊക്കെ നിന്നിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ഫോണൊന്നും കൊണ്ടുപോയില്ല. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഫോണും അനിയൻ്റെയും വൈഫിൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫോണ് മാത്രമാണ് എടുത്തത്. അച്ഛൻ്റെയും ഫോൺ, അമ്മയുടെ ഫോണ് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇവിടെ വരുമ്പോഴേക്കും അറിയാമല്ലോ, നമുക്ക് ഷർട്ട് ഇട്ടിട്ട് ആണുങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നേരിയത് മേടിച്ചായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് തന്നെയുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ടല്ലോ, ഈ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനും ഒരെണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്നതിൻ്റെ 2 സൈഡിലും ഫുള്ളായിട്ട് ഷോപ്പിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് കരുതി. നേരത്തെ തന്നെ മേടിച്ച് വെക്കാത്തതാണ് കേട്ടോ. അങ്ങനെ ഒരെണ്ണം മേടിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നത് 60-80 രൂപയാണ് ഇതിനായത് കേട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള റേറ്റ് ഓർമ്മയില്ല. പിന്നെ ഇവിടെ വന്ന് ഷോപ്പിംഗ് ഏരിയ കണ്ടു കഴിയുമ്പോഴേക്കും അറിയാമല്ലോ, ഫുള്ളായിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണ് വെച്ചേക്കുന്നത്. ഓരോന്നും കാണുമ്പോഴേക്കും കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പും. നമുക്ക് ഏതെടുക്കണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ശരിക്കും എൻ്റെ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. നാളെ രാവിലെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും സമാധാനമായിട്ട് തൊഴുത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാം. പെട്ടെന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിലൊക്കെ വന്നതാണ്, പക്ഷേ പ്ലാനെല്ലാം പാളിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അനിയനാണെങ്കിൽ അവന് വേണ്ടിയിട്ടൊരു നേരിയത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അവനാണെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള വരുന്ന അങ്ങനത്തെ ഒരു മോഡലാണ് എടുത്തത്, കസവിൻ്റെതല്ല എടുത്തത്. പിന്നെ ഞാനും ആമിയും ഇതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഓരോ കടയിലും കയറിയിട്ട് നമ്മൾ റേറ്റ് ചോദിക്കുന്നുണ്ട്. കാരണം കുറേ കടകൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് എന്ത് സാധനത്തിനാണ് റേറ്റ് എന്ന് ചോദിച്ചിട്ട് മാക്സിമം റേറ്റ് കുറഞ്ഞെടുത്തുനിന്ന് മേടിക്കാമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും ഒരേ റേറ്റായിരുന്നു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് റേറ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടെയാണ് ചപ്പൽ സൂക്ഷിക്കുന്ന സ്ഥലം. നമ്മളിവിടെ ചെരുപ്പ് ഊരി ഇട്ടിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട്. അപ്പം നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നെയാണ് ചപ്പൽ സൂക്ഷിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ക്യൂവിലേക്ക് കയറാൻ വന്നപ്പോഴേക്കും ഉണ്ട് നല്ല രീതിയിൽ ക്യൂ മുന്നോട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതേ ക്യൂ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്തേക്കുവാണ്. അപ്പം ഞങ്ങളും പെട്ടെന്ന് വന്നിട്ട് ക്യൂവിലേക്ക് കയറി. ശരിക്കും ഞങ്ങളിവിടെ കുറേ സമയം അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്തു എന്നാണെങ്കിൽ പറയാം കേട്ടോ. കുറേ വീഡിയോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ടൈം കളഞ്ഞത് കൊണ്ടാണ് നമുക്ക് ദർശനം ചെയ്യാനുള്ള സമയവും ലേറ്റായത്. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നേരത്തെ തന്നെ വന്ന് ഇവിടെ ക്യൂ നിൽക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ലേറ്റ് ആവരുത്. പിന്നെ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 10:30 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിനി ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാഞ്ചജന്യ ഹോട്ടലിൽ കയറിയപ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞു, ആഹാരമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വേറൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലുണ്ട്, ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. മിക്കവാറും എല്ലാ ഹോട്ടലുകളും അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. നോക്കിയപ്പോഴേക്കൊണ്ട് ഇവിടെ ഒരുപാട് കല്യാണമൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് കല്യാണത്തിൻ്റെ
തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓൾറെഡി ഇവിടെ പ്രീ ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പറ്റാത്തത് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സീസൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊക്കെ തന്നെ കുറച്ച് ചെറിയ കടകളുണ്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെയാണ് തിരക്കൊന്നും ഇല്ലാതിരുന്നൊരു കട കണ്ടത്. പിന്നെ ഈ ഒരു കടയിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു. ഇടിയപ്പവും കടലക്കറിയൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ രാവിലെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ആണ് നമ്മളിനി അടുത്ത ഷോപ്പിങ്ങിന് പോകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് ട്രെയിന്. ഞങ്ങളിവിടുന്ന് ഏറനാട് എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 2:30 നമുക്ക് ഗുരുവായൂർ സ്റ്റേഷനിലെത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. 12:30 ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഗുരുവായൂർ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാഞ്ചജന്യ ഹോട്ടലിൽ തന്നെയാണ് വന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിൻ്റെ ഒരു തിരക്കുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ നെയ് റോസ്റ്റും പിന്നെ മസാല ദോശയും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ ടെമ്പിളിലേക്ക് കയറുന്നില്ല, ക്ഷേത്രത്തിൽ കയറുന്നില്ല, തൊഴാനൊന്നും കയറുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് നോക്കി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കടകളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. യൂട്യൂബിൽ 1-2 ഷോപ്പുകളൊക്കെ നോക്കി വെച്ചിരുന്നെങ്കിലും സമയമായപ്പോഴേക്കും നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. ക്ഷേത്ര പരിസരത്തിലുള്ള കുറച്ച് കടകൾ തന്നെയാണ് നമ്മൾ പോയതുമൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും വരാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുമല്ല നമുക്ക് ഈ സമയം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒന്നും നടക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള കടകളിൽ കയറിയിട്ട് ഓരോന്നൊക്കെ ഷോപ്പ് ചെയ്തു. കിഴക്കേ നടയിൽ വരുന്ന കടകളിൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നാത്തൂനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയിട്ട് സാധനങ്ങൾ മേടിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തലേന്ന് നൈറ്റ് തൊഴാൻ വന്നപ്പോഴും ഡാൻസും ക്ലാസിക്കൽ മ്യൂസിക്കും ഒക്കെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഓരോ സ്റ്റേജിലും പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നൈറ്റ് ഞങ്ങൾ തൊഴാൻ കയറിയപ്പോൾ ഞങ്ങൾക്ക് ശീവേലി കാണാൻ പറ്റിയേ. അത് എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. എൻ്റെ അനിയനാണ് ക്യൂവിൽ ലാസ്റ്റ് നിന്നത്. അവർക്കും നല്ലൊരു ഭാഗ്യം ഉണ്ടായി എന്നുണ്ടെങ്കിൽ പറയാം. ഇതിനിടയിൽ തന്നെ നമ്മുടെ ഫോണൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനാണ് കൊണ്ടുപോയത് കൗണ്ടറിൽ. അപ്പോൾ അവനെ അവിടെ ചെക്കിങ്ങിന് വിളിച്ചപ്പോഴേക്കും ഞങ്ങളുടെ ക്യൂ തെറ്റിയിട്ട് അനിയനും വൈഫും അങ്ങനെ മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ആകെ ടെൻഷനിലാണ് ഇരുന്നത്, അവർക്ക് ഇനി കയറി തൊഴാൻ പറ്റുമോ, ഞങ്ങളോടൊപ്പം കയറാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടായില്ല കേട്ടോ. അവസാനം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ കയറി. ലാസ്റ്റ് ക്ഷേത്ര പരിസരത്ത് എത്തിയപ്പോഴേക്കും പുറകിൽ അവരുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും നല്ലപോലെ തന്നെ തൊഴുത് മടങ്ങാനായിട്ട് പറ്റി. ശീവേലിയും കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അതാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും അങ്ങനെയാണല്ലോ, കണ്ണൻ്റെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ, ഒരനുഭവം. ഞങ്ങളന്ന് ചോറൂണിന് വന്നപ്പോഴും ഇതേപോലെ ആയിരുന്നു. അന്നും ഞങ്ങളിങ്ങനെ ലാസ്റ്റ് ആയിപ്പോയി. ആമിക്കന്ന് ചോറ് കൊടുക്കാൻ പറ്റുമെന്ന് എന്നെ അറിയത്തില്ലായിരുന്നു കേട്ടോ. അന്ന് ഇതുപോലെ ഹസ്ബൻഡാണ് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോഴേക്കും അവിടെ ചോറൂണിന് ഞങ്ങളെല്ലാവരും കയറി കഴിഞ്ഞു. ഹസ്ബൻഡിന് കയറാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും കയറി. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ആമയ്ക്ക് ചോറ് കൊടുത്തതൊക്കെ. അപ്പോൾ കണ്ണൻ്റെ ലീലകളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓരോ തരത്തിലുള്ള ലീലകളാണല്ലോ ഓരോരുത്തർക്കും അനുഭവം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് ആമയുടെ ബർത്ത്ഡേക്ക് ഇവിടെ വരണമെന്നുള്ളതായിരുന്നു കേട്ടോ. ചോറൂണിന് ശേഷം എല്ലാ വർഷവും വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ 7 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് പറ്റിയത് വരാനായിട്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഷോപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് സാധനമാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണൻ്റെ ഒരു
ചെറിയൊരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഗ്രഹം വേണമെന്നുണ്ടായിരുന്നു എൻ്റെ പൂജാ റൂമിൽ വെക്കാനാണ് കേട്ടോ. നോക്കിയപ്പോഴേക്കും ഉണ്ട് ഇവിടെ ഈ മഞ്ചാടി കുരു ഇട്ട് വെച്ചേക്കുന്നതുണ്ടല്ലോ. കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ട് ഞാൻ അതിൽ നിന്നൊന്ന് എടുത്തു. പിന്നെ മയിൽപ്പീലി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഈ വർഷത്തെ വിഷുവിനാണ് എനിക്ക് മയിൽപ്പീലി ചെന്നൈയിൽ വെച്ച് മേടിക്കാൻ പറ്റിയത് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും ഒരെണ്ണം 15 രൂപ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അവിടെയും ഇതേ റേറ്റായിരുന്നു. അതും മേടിച്ച് പിന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ചെറിയൊരു ഫോട്ടോയും മേടിച്ചിട്ട് തിരികെ വന്നു. ആമിക്ക് ഇതേ തലയിൽ വയ്ക്കുന്ന ഈ ഒരു സംഭവമാണ് മേടിച്ചു കൊടുത്തത്. അത് 250 രൂപയോ മറ്റോ ആണ് കേട്ടോ. അല്ലാതെ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ നാത്തൂൻ ആമിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ മേടിച്ചു തന്നായിരുന്നു കേട്ടോ. കുറച്ചധികം തന്നെ മേടിച്ചു തന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൃത്യം 12:30 ആയപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുവാണ്. വരുന്ന വഴിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നൈറ്റ് തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് രാവിലെ ഷോപ്പിങ്ങിന് പോയത്. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടത് അതെല്ലാം ഉണങ്ങി അതെല്ലാം എടുത്ത് മടക്കി വെച്ചിട്ട് ആണ് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഒരു 11:30-12 മണിയോടടുപ്പിച്ച് റൂമിലേക്ക് തിരികെ എത്തി. റൂമിൽ വന്നതിന് ശേഷം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബാഗൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കറക്റ്റായിട്ട് നമ്മൾ 2:30-ആയിരുന്നു നമ്മൾ ട്രെയിന്. 2 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. പക്ഷേ ഇതാണെങ്കിൽ സിറ്റിംഗ് ഉള്ള സീറ്റായിരുന്നു കേട്ടോ. നമുക്ക് നേരത്തെ സ്ലീപ്പർ പോലത്തെ കോച്ചല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ബാഗൊക്കെ വെക്കാൻ പറ്റുമോ, ലഗേജൊക്കെ എടുത്ത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു ഗുരുവായൂരിൽ നിന്നുള്ളൊരു ട്രെയിൻ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുറച്ച് യാത്ര കൂടുതലായിട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് എത്തിച്ചേരാനൊക്കെ പറ്റി. രാത്രി 9 മണിക്കാണ് ഈ ട്രെയിന് ട്രിവാൻഡ്രത്തിൽ എത്തുന്നത്. 8:45 എത്തുന്നതാണ് ഇതിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും കുറച്ച് ലേറ്റായി. കുഴപ്പമൊന്നുമില്ല, കൃത്യസമയത്ത് തന്നെ എത്തി. പിന്നെ ഇവിടെ വന്നിട്ട് നേരെ നമ്മൾ പോകുന്ന വഴിയിലാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. എന്നിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ അത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ഗുരുവായൂർ യാത്രയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.